ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത് വടക്കിഴക്കൻ പീഠഭൂമി എന്നുള്ളതാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയായി കാണപ്പെടുന്നതാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി. പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഈ വടക്ക് കിഴക്കൻ പീഠഭൂമി കാണപ്പെടുന്നത്. പ്രധാന ഉപദ്വീപീയ ഖണ്ഡങ്ങളിൽ നിന്നും വേർപെട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി മേഘാലയ പീഠഭൂമി, കർബി ആങ്ലോങ് പീഠഭൂമി. ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്നും വേർപെട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ ഏതൊക്കെയാണ്? മേഘാലയ പീഠഭൂമിയും കർബി ആങ്ലോങ് പീഠഭൂമിയുമാണ്. പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരിനെ അടിസ്ഥാനമാക്കി മേഘാലയ പീഠഭൂമിയെ പ്രധാനമായും മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഖാസി കുന്നുകൾ, 2 ഗാരോ കുന്നുകൾ, 3 ജയന്തിയ കുന്നുകൾ എന്നിങ്ങനെയാണ്. അതായത് ഗോത്രവിഭാഗങ്ങളുടെ പേരിനെ അടിസ്ഥാനമാക്കി മേഘാലയ പീഠഭൂമിയെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ. ഖാസി, ഗാരോ, ജയന്തിയ. ഓക്കെ. അടുത്ത് അസമിലെ കർബി ആങ്ലോങ് കുന്നുകൾ മേഘാലയ പീഠഭൂമിയുടെ തുടർച്ചയായി കാണപ്പെടുന്നു. അതിനാൽ ഛോട്ട നാഗ്പൂർ പീഠഭൂമിയെ പോലെ തന്നെ മേഘാലയ പീഠഭൂമിയിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ധാതു നിക്ഷേപങ്ങൾ കാണപ്പെടുന്നുണ്ട്. ധാതു നിക്ഷേപങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. മേഘാലയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ധാതു നിക്ഷേപങ്ങൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? കൽക്കരി, ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, യുറേനിയം. മേഘാലയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ധാതു നിക്ഷേപങ്ങൾ കൽക്കരി, ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, യുറേനിയം. മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതി ദൃശ്യമാകുന്നതിന് കാരണം തെക്കു പടിഞ്ഞാറ് മൺസൂണിൽ നിന്നും വലിയ അളവിൽ മഴ ലഭിക്കുന്നതിനാലാണ്. മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതി ദൃശ്യമാകുന്നതിന് കാരണം എന്താണ്? തെക്കു പടിഞ്ഞാറ് മൺസൂണിൽ നിന്നും വലിയ അളവിൽ മഴ ലഭിക്കുന്നതിനാലാണ്. മേഘാലയ പീഠഭൂമിക്കും രാജ്മഹൽ കുന്നിനുമിടയിൽ വിശാലമായ ഭ്രംശമേഖല രൂപപ്പെടാൻ എന്താണ്? ഹിമാലയ പർവ്വത രൂപീകരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്ക് ദിശയിലേക്കുള്ള ചലനത്തിൻ്റെ ഭാഗമായി ചെലുത്തപ്പെട്ട ബലമാണ്. മേഘാലയ പീഠഭൂമിക്ക് രാജ്മഹൽ കുന്നുകൾക്കുമിടയിൽ വിശാലമായ ഭ്രംശമേഖല രൂപപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഹിമാലയ പർവ്വത രൂപീകരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്ക് ദിശയിലേക്കുള്ള ചലനത്തിൻ്റെ ഭാഗമായി ചെലുത്തപ്പെട്ട ബലമാണ്. ചിറാപുഞ്ചി പോലെ സസ്യജാലങ്ങൾ ഇല്ലാത്ത പാറകൾ നിറഞ്ഞ പ്രദേശമാണ്. ചിറാപുഞ്ചി മേഖല സസ്യജാലങ്ങൾ ഇല്ലാത്ത പാറകൾ നിറഞ്ഞ പ്രദേശമാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ വൈവിധ്യമാർന്ന ഭൗതിക സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാൾവ പീഠഭൂമി, ആരവല്ലി പർവ്വതനിര, വിദ്യാനിരകൾ, സത്പുര നിരകൾ, ഛോട്ട നാഗ്പൂർ, ഡെക്കാൻ പീഠഭൂമി, പൂർവഘട്ടം, പശ്ചിമഘട്ടം. ഓക്കെ. ഇതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പഠിക്കാനായിട്ടുണ്ട്. ആദ്യം നോക്കാം മാൾവ പീഠഭൂമി. മാൾവ പീഠഭൂമിയുടെ പ്രധാന പ്രദേശങ്ങളിലേറെയും ഏത് സംസ്ഥാനങ്ങളിലാണ്? മധ്യപ്രദേശിലാണ്. മാൾവ പീഠഭൂമിയുടെ പ്രധാന ഭാഗങ്ങൾ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. വിന്ധ്യയ്ക്കും ആരവല്ലിക്കും ഇടയിലായിട്ടാണ് മാൾവ സ്ഥിതി ചെയ്യുന്നത്. മധ്യമേടുകളും ഭൂരിഭാഗവും മാൾവ പീഠഭൂമിയുടെ ഭാഗമാണ്. മധ്യമേടുകളാണ് മാൾവ പീഠഭൂമിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മാൾവ പീഠഭൂമി മധ്യമേടുകളുടെ പടിഞ്ഞാറ് പ്രദേശത്തേക്ക് സ്ഥിതി ചെയ്യുന്നു. മാൾവ പീഠഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? മധ്യമേടുകളുടെ പടിഞ്ഞാറ് പ്രദേശത്താണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് ഛോട്ട നാഗ്പൂർ മധ്യമേടുകളുടെ കിഴക്കൻ പ്രദേശത്ത് ഉൾപ്പെടുന്ന പീഠഭൂമിയാണ്. മധ്യമേടുകളുടെ കിഴക്കൻ പ്രദേശത്ത് ഉൾപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ട നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഛോട്ട നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ട നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്.
അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? പരസ്നാഥാണ്. ഓക്കെ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? പരസ്നാഥ് ആണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാ? ദാമോദർ നദിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാ? ദാമോദർ നദിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ഏതാണ്? ദാമോദർ നദിയാണ്. അടുത്ത് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ഏത്? ആരവല്ലി. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ. 1722 മീറ്ററാണുള്ളത്. ഗുരുശിഖർ 1722 മീറ്ററാണ്. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രം ഏതാണ്? മൗണ്ട് അബു ആണ്. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രം ഏതാണ്? മൗണ്ട് അബു ആണ്. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈന ക്ഷേത്രമാണ് ദിൽവാര ക്ഷേത്രം. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജൈനമത ക്ഷേത്രമാണ് ദിൽവാര ക്ഷേത്രം. ഖാൽഡിഘട്ട് ചുരം എവിടെയാണ്? ആരവല്ലിയിലാണ്. ഖാൽഡിഘട്ട് ചുരം എവിടെയാണ്? ആരവല്ലിയിലാണ്. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? അജ്മീറാണ്. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം നഗരം ഏതാണ്? അജ്മീറാണ്. ഓക്കെ, അടുത്ത് വിന്ധ്യ സത്പുര നിരകളെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വിഭജിക്കുന്ന പർവ്വതനിര ഏതാണ്? അത് വിന്ധ്യ നിരകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ നിരകൾ. വിന്ധ്യ നിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര. വിന്ധ്യ നിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സത്പുര നിരകൾ. വിന്ധ്യ സത്പുര പർവ്വതനിര തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരകളാണ് മൈക്കല നിരകൾ. വിന്ധ്യ സത്പുര നിരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മൈക്കല നിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറന്നു പോകരുത്. മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച്മാർഹി എവിടെയാണ്? സത്പുരയിലാണ്. ഓക്കെ, മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച്മാർഹി എവിടെയാണ്? സത്പുരയിലാണ്. മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച്മാർഹി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സത്പുരയിലാണ്. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ദുബ്ഗാർഹാണ്. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാ? ദുബ്ഗാർഹാണ്. നർമ്മദാ നദിക്ക് വടക്കായാണ് മധ്യമേടുകൾ സ്ഥിതി ചെയ്യുന്നത്. നർമ്മദാ നദിക്ക് വടക്കായാണ് മധ്യമേടുകൾ സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ മേഖലയിൽ വിസ്തൃതമായ മധ്യമേടുകൾ കിഴക്കൻ മേഖലകളിൽ എത്തിച്ചേരുമ്പോൾ വിസ്തൃതി കുറഞ്ഞു വരുന്നു. പടിഞ്ഞാറൻ മേഖലയിൽ വിസ്തൃതമായ മധ്യമേടുകൾ കിഴക്കൻ മേഖലകളിൽ എത്തുമ്പോൾ വിസ്തൃതി കുറഞ്ഞു വരുന്നു. മധ്യമേടുകളുടെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് രാജ്മഹൽ ഹിൽസ്. മധ്യമേടുകളുടെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് രാജ്മഹൽ ഹിൽസ്. മേഘാലയ അംഗലോക് പീഠഭൂമികൾ സ്ഥിതി ചെയ്യുന്നത് മധ്യമേടുകളിലാണ്. മേഘാലയ അംഗലോങ് പീഠഭൂമികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യമേടുകളിലാണ്. മധ്യമേടുകളുടെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ബുന്ദേൽഖണ്ഡ് ബഗേൽഖണ്ഡ്.
മധ്യമേടുകളുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ബുന്ദേൽഖണ്ഡാണ്. ബുന്ദേൽഖണ്ഡ്. മധ്യമേടുകളിലൂടെ തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? ചമ്പൽ, ബെത്വ, സിന്ധ്, കെന്ന്. മധ്യമേടുകളിലൂടെ തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്ന പ്രധാന നദികൾ ഏതാണ്? ചമ്പൽ, ബെത്വ, സിന്ധ്, കെന്ന് എന്നിവയാണ്. മധ്യമേടുകളിലൂടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വടക്ക് കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? ചമ്പൽ, ബെത്വ, സിന്ധ്, കെന്ന് എന്നിവയാണ്. ചമ്പൽ, ബെത്വ, കെന്ന്, സിന്ധ് എന്നിവയാണ്. അസിർഗഡ് ചുരം സത്പുരയിലാണ്. അസിർഗഡ് ചുരം എവിടെയാണ്? സത്പുരയിലാണ്. സത്പുരകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാ? പച്മർഹിയാണ്. മധ്യപ്രദേശിലെ പച്മർഹിയെ എന്തറിയപ്പെടുന്നുണ്ട്? സത്പുരയുടെ രാജ്ഞി. എന്താണ്? സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നുണ്ട്. വിന്ധ്യ സത്പുര താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദയാണ്. വിന്ധ്യ സത്പുര താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദയാണ്. വിന്ധ്യ സത്പുര താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. വിന്ധ്യ സത്പുര താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. കിഴക്ക് നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറ് പതിക്കുന്ന നദിയാണ് നർമ്മദ. കിഴക്ക് നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറ് പതിക്കുന്ന നദിയാണ് നർമ്മദ. കിഴക്ക് നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറ് പതിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദിയുടെ പതന സ്ഥാനം അറബിക്കടലിലാണ്. നർമ്മദ നദിയുടെ പതന സ്ഥാനം എവിടെയാണ്? അറബിക്കടലിലാണ്. കിഴക്ക് നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറ് പതിക്കുന്ന നദിയാണ് നർമ്മദ. സത്പുരയുടെ രാജ്ഞി പച്മർഹി. ഡെക്കാണിൻ്റെ രാജ്ഞി പൂനെയും സത്പുരയുടെ രാജ്ഞി പച്മർഹിയുമാണ്. ഓക്കെ. അടുത്ത് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മരുഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മരുഭൂമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീളമേറിയ മണൽ കൂനകളും ബർക്കനുകളും അടങ്ങിയ നിമ്നോന്നത ഭൂപ്രദേശമാണ്. വർഷത്തിൽ 150 മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിക്കാറുള്ളൂ. വരണ്ട കാലാവസ്ഥയാണ്. സസ്യജാലങ്ങളുടെ അഭാവം ഉണ്ട്. അപ്പോൾ ഇത്തരം സവിശേഷതകൾ കാരണം ഇന്ത്യൻ മരുഭൂമിയെ അറിയപ്പെടുന്നത് എന്താണ്? മരുസ്ഥലി എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം കാരണങ്ങൾ കാരണം ഇന്ത്യൻ മരുഭൂമിയെ അറിയപ്പെടുന്നത് മരുസ്ഥലി. എന്താണ്? മരുസ്ഥലി എന്നാണ്. ഇന്ത്യൻ മരുഭൂമി കടലിനടിയിൽ ആയിരുന്നു എന്ന് കരുതപ്പെടുന്ന കാലഘട്ടമാണ് മെസോസോയിക് കാലഘട്ടം. ഇന്ത്യൻ മരുഭൂമി കടലിനടിയിലായിരുന്നു എന്ന് കരുതപ്പെടുന്ന കാലഘട്ടമാണ് മെസോസോയിക് കാലഘട്ടം. ഈ മെസോസോയിക് കാലഘട്ടത്തിൽ ഇന്ത്യൻ മരുഭൂമി പ്രദേശം കടലിലായിരുന്നു എന്ന് പറയാനുള്ള പ്രധാന കാരണം അകാലിൽ സ്ഥിതി ചെയ്യുന്ന വുഡ് ഫോസിൽ പാർക്കിൽ നിന്നും ജയ്സാൽമീറിൽ അടുത്ത് ബ്രഹ്മസർ പ്രദേശത്തെ സമുദ്ര നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ എന്താണ്? അകാലിൽ സ്ഥിതി ചെയ്യുന്ന വുഡ് ഫോസിൽ പാർക്കിൽ നിന്നും ജയ്സാൽമീറിനടുത്ത് ബ്രഹ്മസർ പ്രദേശത്തെ സമുദ്ര നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യൻ മരുഭൂമി പ്രദേശത്ത് നിന്നും കണ്ടെത്തിയ ഫോസിലുകളുടെ ഏകദേശ പ്രായം എത്രയാണ്? 180 ദശലക്ഷം വർഷമാണ്. ഇന്ത്യൻ മരുഭൂമിയുടെ പ്രധാന ശിലാഘടന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണ്. ഇന്ത്യൻ മരുഭൂമിയുടെ അടിസ്ഥാന ശിലാഘടന എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണ്. ഇന്ത്യൻ മരുഭൂമിയിലെ ഉപരിതല ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? വരണ്ട കാലാവസ്ഥ, ഭൗതിക അപക്ഷയം, കാറ്റിൻ്റെ പ്രവർത്തനവുമാണ്. അപ്പോൾ ഇന്ത്യൻ മരുഭൂമിയിലെ ഉപരിതല ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാന കാരണം പഠിച്ചു വയ്ക്കണം. എന്തൊക്കെയാണ് 3 കാരണങ്ങൾ? വരണ്ട കാലാവസ്ഥ, ഭൗതിക അപക്ഷയം, കാറ്റിൻ്റെ പ്രവർത്തനം. ഇന്ത്യൻ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് കൂൺശിലകൾ, അസ്ഥിര മണൽ കൂനകൾ, മരുപ്പച്ചകൾ. അപ്പോൾ ഇന്ത്യൻ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? കൂൺശിലകൾ, അസ്ഥിര മണൽക്കൂനകൾ, മരുപ്പച്ചകൾ എന്നിവയാണ്.
ഇന്ത്യൻ മരുഭൂമി പ്രദേശത്തിൻ്റെ കിടപ്പനുസരിച്ച് മരുഭൂമിയെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. സിന്ധ് പ്രദേശത്തേക്ക് ചരിവുള്ള വടക്കു ഭാഗമെന്നും റാൻ ഓഫ് കച്ചിലേക്ക് ചരിവുള്ള തെക്കു ഭാഗമെന്നുമാണ്. സിന്ധ് പ്രദേശത്തേക്ക് ചരിഞ്ഞുള്ള വടക്കു ഭാഗമെന്നും റാൻ ഓഫ് കച്ചിലേക്ക് ചരിവുള്ള തെക്കൻ ഭാഗമെന്നുമാണ്. ഇനി നോക്കാം താർ മരുഭൂമിയെക്കുറിച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി. ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് ഈ താർ മരുഭൂമി. താർ മരുഭൂമിയിൽ പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് 150 മില്ലിമീറ്റർ താഴെയാണ്. താർ മരുഭൂമി വ്യാപിച്ചിരിക്കുന്നത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലേക്കാണ്. താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്നത് രാജസ്ഥാനിലാണ്. എവിടെയാണ്? രാജസ്ഥാനിലാണ്. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. രാജസ്ഥാനിലെ ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലാണ്. എവിടെയാണ്? താർ മരുഭൂമിയിലാണ്. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ആണ്. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഉഷ്ണ മരുഭൂമിയാണ് താർ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഉഷ്ണ മരുഭൂമിയാണ് താർ. മഴ വളരെ വിരളമായ ഇവിടുത്തെ സ്വാഭാവിക സസ്യജാലങ്ങളാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. വിശാല മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. കേരളത്തിൽ 1-2 ദിവസം ലഭിക്കുന്നത്ര മഴയാണ് രാജസ്ഥാനിൽ ഒരു വർഷം ആകെ ലഭിക്കുന്നത്. മരുഭൂമി പ്രദേശങ്ങളിൽ ജലദൗർലഭ്യത്തിന് കാരണം എന്താണ്? കുറഞ്ഞ മഴയും ഉയർന്ന ബാഷ്പീകരണവുമാണ്. മരുഭൂമി പ്രദേശത്തെ മിക്ക നദികളും മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നവയാണ്. മരുഭൂമിയിലെ ചില അരുവികൾ ഏതാനും ദൂരം ഒഴുകിയ ശേഷം അപ്രത്യക്ഷമാവുകയോ ഒരു തടാകത്തിലോ പ്ളയയിലോ ചെന്നു ചേരുകയും ചെയ്യുന്നു. മരുഭൂമിയിലെ തടാകങ്ങളിലും പ്ളയകളിലും ലവണജലമാണ്. ഇത് ഉപ്പിൻ്റെ പ്രധാന സ്രോതസ്സുമാണ്. അപ്പോൾ ഇനി അടുത്ത് നോക്കാനായിട്ടുള്ളത് തീരസമതലങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇന്ത്യയുടെ തീരസമതലം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെ അഥവാ സുന്ദർബൻ ഡെൽറ്റ വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. തീരസമതലങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു: പൂർവ്വ തീരങ്ങളെന്നും പശ്ചിമ തീരങ്ങളെന്നും. താഴ്ന്നു പോയ സമതലങ്ങൾക്കുദാഹരണമാണ് പശ്ചിമ തീരങ്ങൾ. പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നതും കടലിൽ താഴ്ന്നു പോയി എന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ പ്രദേശമാണ് ദ്വാരകാപട്ടണം. അടുത്ത് സമതലങ്ങളിൽ താഴ്ന്നു പോക്കൽ പ്രക്രിയയുടെ ഫലമായി പശ്ചിമ തീരത്ത് പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസനത്തിനായി അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖങ്ങളാണ് കാണ്ടില, മസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, മാംഗളൂരു, കൊച്ചി. അപ്പോൾ പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കാണ്ടില, മസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, മംഗളൂരു, കൊച്ചി എന്നിവ പശ്ചിമ തീരത്ത് അഥവാ പടിഞ്ഞാറൻ തീരത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. ഇനി പശ്ചിമ തീരം വ്യാപിച്ചിരിക്കുന്നത് വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരളം വരെയാണ്. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കാണ്ടില, മസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, മാംഗളൂരു, കൊച്ചി. പശ്ചിമ തീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്തിലെ കച്ച് കത്തിയവാർ,
കൊങ്കൺ തീരം, ഗോവ തീരം, മലബാർ തീരം. പശ്ചിമ തീരത്തിൻ്റെ പ്രധാന ഉപവിഭാഗങ്ങളാണ് കച്ച് കത്തിയവാർ തീരം, കൊങ്കൺ തീരം, ഗോവ തീരം, മലബാർ തീരം. പശ്ചിമ തീരപ്രദേശങ്ങളുടെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയവയും തെക്കും വടക്കും ഭാഗങ്ങൾ വിസ്തൃതി കൂടി വരുന്നവയുമാണ്. തീരസമതലങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. തീരസമതലങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ എന്ത് ചെയ്യുന്നില്ല? ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. മലബാർ തീരത്തെ കായലുകൾ കൊണ്ടുള്ള പ്രധാന ഉപയോഗങ്ങൾ ഉൾനാടൻ ജലഗതാഗതത്തിന്, മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്തിൻ്റെ പ്രത്യേകത കിഴക്കൻ തീരസമതലം വീതി കൂടിയവയാണ്. ഓക്കെ, പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകത എന്താണ്? കിഴക്കൻ തീരസമതലം വീതി കൂടിയവയാണ്. ഉയർത്തപ്പെട്ട തീരസമതലങ്ങൾക്ക് ഉദാഹരണമാണ് കിഴക്കൻ തീരസമതലങ്ങൾ ഉയരം കൂടിയവയാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ തീരസമതലങ്ങളിൽ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പോൾ ഏതൊക്കെ നദികളാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. ഈ തീരപ്രദേശത്ത് തുറമുഖങ്ങളും ഹാർബറുകളും കുറവായതിനാൽ ഇവ ഉയർത്തപ്പെട്ട തീരങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ തുറമുഖങ്ങളും ഹാർബറുകളും കുറയാനുള്ള കാരണം എന്താണ്? ഇവിടെ ഉയർത്തപ്പെട്ട തീരങ്ങളായതുകൊണ്ടാണ്. നല്ല ഹാർബറുകളും തുറമുഖങ്ങളും ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കാൻ സാധിക്കാത്തതിന് കാരണം വൻകരത്തട്ട് 500 മീറ്റർ വരെ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതിനാലാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണുള്ള മേഖലയിലെ വിളയാണ് നെല്ല്. തീരപ്രദേശങ്ങളിലെ ജനങ്ങൾ ആശ്രയിക്കുന്നത് മത്സ്യബന്ധനം. കിഴക്കൻ തീരപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട നദികളാണ് കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തീരമാണ് കിഴക്കൻ തീരം. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ വീതി പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ വീതി കിഴക്കൻ തീരത്തെ അപേക്ഷിച്ച് കുറവാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ വീതി കിഴക്കൻ തീരപ്രദേശത്തെ അടിസ്ഥാനമാക്കി എന്താണ്? കുറവാണ്. കേരളം പടിഞ്ഞാറ് തീരത്താണ്. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്? മോണോസൈറ്റ്, ഇൽമനൈറ്റുമാണ് കേരള തീരങ്ങളിൽ കാണപ്പെടുന്നത്. അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തീരമാണ് പടിഞ്ഞാറൻ തീരം. അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തീരമാണ് ഏത്? പടിഞ്ഞാറൻ തീരമെന്ന് പറയുന്നത്. ഇനി നോക്കാനായി പോകുന്നത് കിഴക്കൻ തീരസമതലത്തെക്കുറിച്ചാണ്. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി കാണപ്പെടുന്നത് കിഴക്കൻ തീരപ്രദേശത്തിലാണ്. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി കാണപ്പെടുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. വടക്ക് ഡെൽറ്റ, ഗംഗ ഡെൽറ്റ പ്രദേശം മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ ഡെൽറ്റകൾ ഉൾപ്പെടുന്ന തീരപ്രദേശമാണ്. അതായത് മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെടുന്ന തീരപ്രദേശമാണ് ഈ കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത്. എക്കൽ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടതും ഡെൽറ്റകളാൽ സമ്പുഷ്ടവുമാണ് ഈ കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീരസമതലങ്ങളെക്കാളും വിസ്തൃതമാണ് കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളെക്കാളും വിസ്തൃതി കൂടുതലാണ്. പൂർവ്വഘട്ടത്തിന് ബംഗാൾ ഉൾക്കടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീരസമതലമാണ്. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായിട്ടാണ് കിഴക്കൻ തീരസമതലം വരുന്നത്. ഈ തീരത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. കോറമാൻഡൽ തീരമെന്നും വടക്കൻ സിർക്കാസ് എന്നുമാണ്. കോറമാൻഡൽ തീരമെന്നും വടക്കൻ സിർക്കാസ് എന്നുമാണ് ഈ തീരസമതലത്തെ എന്ത് ചെയ്യുന്നത്? രണ്ടായിട്ട് തിരിക്കുന്നത്. അടുത്ത കോറമാൻഡൽ തീരം എന്താണെന്ന് നോക്കാം. ചോളമണ്ഡലം എന്ന പേരിൽ നിന്നാണ് ഈ തീരപ്രദേശത്തിന് കോറമാൻഡൽ എന്ന പേര് ലഭിച്ചത്. ചോളമണ്ഡലം എന്ന പേരിൽ നിന്നാണ് ഈ പ്രദേശത്തിന് കോറമാൻഡൽ എന്ന പേര് ലഭിച്ചത്. തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരവും ഉൾപ്പെടുന്ന തീരപ്രദേശമാണ് കോറമാൻഡൽ തീരം. തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരവും ഉൾപ്പെടുന്ന തീരപ്രദേശമാണ് കോറമാൻഡൽ തീരം. കോറമാൻഡൽ തീരപ്രദേശം ആന്ധ്രാപ്രദേശത്തിൽ അവസാനിക്കുന്ന പ്രദേശമാണ് ഫാൾസ് ഡെവി പോയിന്റ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോറമാൻഡ് തീരപ്രദേശം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്നു. കോറമാൻഡ് തീരപ്രദേശം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പോയിൻ്റാണ് ഫാൾസ് ഡെവി പോയിൻ്റ്. കോറമാൻഡ് തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണാണ് എക്കൽ മണ്ണ്. കൃഷ്ണ കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശമാണ് കോറമാൻഡ് തീരം. കൃഷ്ണ കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശമാണ് കോറമാൻഡൽ തീരം. അടുത്ത് നോക്കാം വടക്കൻ സിർക്കാസസ്. ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവും പശ്ചിമ ബംഗാൾ തീരപ്രദേശവും ഉൾപ്പെടുന്നതാണ് വടക്കൻ സിർക്കാസ്. ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ്. ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ്. കിഴക്കൻ തീരസമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. ഈ തീരസമതലങ്ങളിലെ പ്രധാന തുറമുഖം ഏതാണ്? വിശാഖപട്ടണമാണ്. മഹാനദി, കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്നത് വടക്കൻ സിർക്കാസ് എന്നാണ്. മഹാനദി, കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്നത് എന്താണ്? വടക്കൻ സിർക്കാസ് എന്നാണ്. അടുത്ത് നോക്കാം പടിഞ്ഞാറൻ തീരപ്രദേശം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലമാണ്. മനോഹരമായ കായലുകളും അഴിമുഖങ്ങളും ഈ സമതലത്തിൻ്റെ പ്രത്യേകതകളാണ്. പടിഞ്ഞാറൻ തീരസമതലത്തെ പ്രധാനമായിട്ടും 3 തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. പടിഞ്ഞാറൻ തീരസമതലത്തെ 3 തരംതിരിക്കുന്നു. എന്തൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെയാണ്. ഗുജറാത്തിൻ്റെ തീരപ്രദേശത്താണ് ഗുജറാത്ത് തീരം. ഗൾഫ് ഓഫ് കാവട്ടിനും ഇടയിലായിട്ടാണ് ഗുജറാത്ത് തീരം വരുന്നത്. ഗൾഫ് ഓഫ് കാവട്ടിന് ഇടയിലായിട്ടാണ് ഈ ഗുജറാത്ത് തീരം വരുന്നത്. ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൻ ഓഫ് കച്ച്. അടുത്ത് കൊങ്കൺ തീരം. മഹാരാഷ്ട്ര, ഗോവ, കർണാടകത്തിൻ്റെ വടക്കൻ തീരപ്രദേശമാണ് കൊങ്കൺ തീരം. മഹാരാഷ്ട്ര, ഗോവ, കർണാടകത്തിൻ്റെ വടക്കൻ തീരപ്രദേശമാണ് കൊങ്കൺ തീരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായ മുംബൈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് കൊങ്കൺ തീരത്താണ്. മലബാർ തീരം. കർണാടകത്തിൻ്റെ തെക്കൻ തീരവും കേരള തീരപ്രദേശവും ആണ് മലബാർ തീരം എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നതാണ് മലബാർ തീരം. ലഗൂണുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ മലബാറിലാണ്. അതുപോലെ വടക്കൻ മലബാർ തീരം കർണാടക തീരമാണ്. വടക്കൻ മലബാർ തീരം എന്ന് പറയുന്നത് കർണാടക തീരവുമാണ്. ഓക്കെ, ഇനി പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രധാന പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. പടിഞ്ഞാറൻ തീരസമതലം എവിടെയാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ടാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. താരതമ്യേന വീതി കുറവാണ്. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിവ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കുറവാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. അടുത്ത കിഴക്കൻ തീരസമതലത്തെ നോക്കാം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ്. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടുകിടക്കുന്നത്. ഡെൽറ്റകൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. താരതമ്യേന വീതി കൂടുതലാണ്. കോറമാൻഡൽ തീരം, വടക്കൻ സിർക്കാസ് എന്നിങ്ങനെ കാണപ്പെടുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. അപ്പോൾ കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ
നീണ്ടു കിടക്കുന്നു. ഡെൽറ്റകൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് താരതമ്യേന കൂടുതലാണ്. വടക്കൻ സിർക്കാസും അതുപോലെ കോറമാൻഡ് തീര സമതലം എന്നിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, തരം തിരിക്കുന്നുണ്ട്.